കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെ മേഘ ചേരുന്നുണ്ട്. മേഘ, അതായത് ഈ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള RSSന്റെ മറ്റൊരു അജണ്ടയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. അത് സംസ്ഥാനത്ത് നിന്നടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നതോടെ അവർക്ക് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഒടുവിൽ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത് FIR റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാകുമ്പോൾ എങ്ങനെയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായെങ്കിലും FIR ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ വലിയ ആശങ്ക ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ 2 രൂപതകൾ സംയുക്തമായി ഇപ്പോൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. കോഴിക്കോട് അതിരൂപതയും താമരശ്ശേരി രൂപതയുമാണ് ഇപ്പോൾ ഈ കോഴിക്കോട് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപത്ത് നിന്ന് വീണ്ടും റാലി തിരികെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഇവർ ഉന്നയിക്കുന്ന കാര്യം എന്നത്, ഈ ലോകത്ത് ഒരു രാജ്യത്തും നടക്കാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നതാണ്. ശുശ്രൂഷകളെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചു. ഇനിയും പ്രതിഷേധം തുടരും. കാരണം ഇത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെങ്കിലും അതിന് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇനിയും പ്രതിഷേധം തുടരും എന്നതാണ് മദർ ഓഫ് ചർച്ച് വികാരി ഫാദർ ജെറോം ചിങ്ങത്തറ പറഞ്ഞത്. കോഴിക്കോട് എക്യുമെനിക്കൽ ഫോറവും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ഈ പ്രതിഷേധ റാലിയിൽ പങ്കുചേർന്നിരുന്നു. മതേതരത്വവും അതിനൊപ്പം തന്നെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധ റാലിയിൽ ഉയർന്നത്. തീർച്ചയായും മേഘ, അങ്ങനെ തൃശ്ശൂരിലും കോഴിക്കോടും പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.